കേരളത്തിൽ ബി.ജെ.പി. അക്കൗണ്ട് തുറക്കുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ തള്ളി എൽ.ഡി.എഫും യു.ഡി.എഫും. സർവേ റിപ്പോർട്ടുകളെക്കാൾ മികച്ച വിജയം നേടുമെന്നാണ് യു.ഡി.എഫിന്റെ അവകാശവാദം. എന്നാൽ ഈ എക്സിറ്റ് പോളുകളെ എൽ.ഡി.എഫ് അംഗീകരിക്കുന്നില്ല. സ്വന്തം വിജയത്തെക്കുറിച്ച് അവകാശവാദങ്ങളിലെ ആത്മവിശ്വാസത്തിനപ്പുറമാണ് ബി.ജെ.പി. അക്കൗണ്ട് തുറക്കില്ലെന്ന കാര്യത്തിൽ എൽ.ഡി.എഫിനും യു.ഡി.എഫിനുമുള്ളത്. ഒരു കാരണവശാലും ബി.ജെ.പിക്ക് എൻട്രി ഇവിടെ കിട്ടില്ല. ഈ എക്സിറ്റ് പോള് എന്ന് പറയുന്നത് ഒരു ഏജൻസി വർക്കാണ്. അത് വസ്തുതാപരമായി ശരിയാകണമെന്നില്ല. എന്ത് താമര വിരിയിക്കാനാണ്? കെ മുരളീധരൻ പറയുന്നതിന് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസക്കുറവാണത്. ഇനി ഈ ആത്മവിശ്വാസത്തിനപ്പുറം എന്തെങ്കിലും തൃശൂർ അടക്കമുള്ള ഇടങ്ങളിൽ സംഭവിച്ചാൽ അതിനുള്ള ഉത്തരവാദിയെ ഇപ്പോഴേ ഇരുപക്ഷവും കണ്ടുവച്ചിട്ടുണ്ട്. ഏതെങ്കിലും പരിസ്ഥിതിയിൽ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിന് തന്നെയായിരിക്കും. എൽ.ഡി.എഫ് എന്നല്ല, ക്രോസ് വോട്ട് നടന്നാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് 2ാം സ്ഥാനത്തെങ്കിലും എത്താൻ കഴിയും. 2ാം സ്ഥാനം സുരേഷ് ഗോപി എത്തിയാൽ 1ാം പ്രതി പിണറായി വിജയനാണ്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലെ തിരിച്ചടി തള്ളുമ്പോഴും കോൺഗ്രസിനെ ജമാഅത്തെ ഇസ്ലാമിയും എസ്.ഡി.പിയും ചിലയിടങ്ങളിൽ RSSും പിന്തുണച്ചുവെന്ന പരാമർശങ്ങളിലൂടെ CPM നേതൃത്വം ഇപ്പോഴേ പ്രതിരോധായുധവും സജ്ജമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളാവട്ടെ ഇപ്പോഴും 2020 അവകാശവാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. 20 സീറ്റും കിട്ടുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിൽ നിന്നുള്ളത്. എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് പിന്നാലെ ബി.ജെ.പിക്ക് കേരളത്തിൽ മോദി തരംഗമുണ്ടായെന്ന വിശ്വാസം കൂടുതൽ ശക്തമായി. മീഡിയ 1 തിരുവനന്തപുരം. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.